The picture below, the points P, Q, R are marked on the sides BC, CA, AB of triangle ABC. ആദ്യത്തെ ചിത്രത്തിൽ പി ക്യു ആർ എന്നീ പോയിന്റ്സ്, അതായത് പി എന്ന് പറയുന്ന പോയിന്റ് ബി സി യിലെ ഒരു പോയിന്റ് ആണ്, ക്യു എന്ന് പറയുന്ന പോയിന്റ് സി എയിലെ ഒരു പോയിന്റ് ആണ്, ആർ എ ബി യിലെ ഒരു പോയിന്റ് ആണ്. മൂന്നും മാർക്ക് ചെയ്തിരിക്കുന്നു. ആൻഡ് സർക്കം സർക്കിൾസ് ഓഫ് ട്രയാങ്കിൾ എ ക്യു ആർ. എ ക്യു ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളും ബി ആർ പി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളും വരച്ചിരിക്കുകയാണ്. ദേ ഇന്റർസെക്ട് അറ്റ് ദ പോയിന്റ് എസ് ഇൻസൈഡ് ദ സർക്കിൾ. അത് രണ്ടും, ആ രണ്ട് സർക്കിളും എസ് എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു. പ്രൂവ് ദാറ്റ് ദ സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ സി പി ക്യു ഓൾസോ പാസസ് ത്രൂ എസ് ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ ഈ ട്രയാങ്കിളിന്റെ, അതായത് സി പി ക്യു എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ വരച്ചാൽ അതും എസിൽ കൂടി പാസ് ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം ട്രയാങ്കിൾ എന്ന് വരയ്ക്കാം. ട്രയാങ്കിൾ എ ബി സി. ഇതിന്റെ ആംഗിൾസ്, ആദ്യത്തെ ആംഗിൾ എ, സ്മോൾ ലെറ്റർ എ. ഈ ആംഗിൾ സ്മോൾ ലെറ്റർ ബി, ഇത് സി ആണ്. അപ്പോൾ ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസ് ആണ് എ ബി സി. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 180. പി എന്ന് പറയുന്ന പോയിന്റ് ബി സിയിലെ പോയിന്റ്, എ ബി യിലെ പോയിന്റ് ആണ് 6, എ സിയിലെ പോയിന്റ് ആണ് ക്യൂ. നമ്മൾ ആ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് എന്ന് വരയ്ക്കുകയാണ്. മൂന്നും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അതായത് എസ് എന്ന് പറയുന്ന പോയിന്റ്. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ഈ മൂന്ന് ആംഗിളും കൂടെ കൂട്ടി നമുക്ക് എക്സ് വൈ സെഡ് എന്ന് എടുക്കാം. ആദ്യത്തെ ആംഗിൾ എക്സ് എന്നെടുത്തു, അടുത്ത ആംഗിൾ വൈ എന്നെടുത്തു, അടുത്ത ആംഗിൾ ഇസഡ് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന് ചുറ്റുമുള്ള ഈ മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് അത് ഇസ് ഈക്വൽ ടു 360 ആണ്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 360. അപ്പൊ നമുക്ക് ഇത് എ ബി സി, ഇത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. അപ്പൊ എ പ്ലസ് ബി പ്ലസ് ഇസ് ഈക്വൽ ടു 180, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 360. ഇത് നമുക്ക് ഒന്ന് കൂട്ടി നോക്കിയാൽ എ പ്ലസ് എക്സ് പ്ലസ് ബി പ്ലസ് വൈ പ്ലസ് സി പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 360 പ്ലസ് 180. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി, ഇസ് ഈക്വൽ ടു 540. അപ്പൊ എ പ്ലസ് എക്സ് പ്ലസ് ബി പ്ലസ് വൈ പ്ലസ് സി പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 360 പ്ലസ് 180 540 ആണ്. ആ മൂന്ന് ലൈൻസ് നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ആദ്യത്തെ ഈ ട്രയാങ്കിൾ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ എ പ്ലസ് എക്സ്, ഇത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അതായത് എ ആർ എസ് ക്യൂ. എ ആർ എസ് ക്യൂ എന്ന് പറയുന്ന സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അതുകൊണ്ട് എ പ്ലസ് എക്സ് എന്ന് പറയുന്നത് 180 ആണ്. എ പ്ലസ് എസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, കൂട്ടിയ 180 ആണ്. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിന്, അതായത് ബി പി ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിനും ഒരു സർക്കം സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കം സർക്കിൾ വരച്ചു. അപ്പം ബി പി എസ് ആർ എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതുകൊണ്ട് ബി പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180. ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണ്. അപ്പൊ ഇവിടെ എ പ്ലസ് എക്സ് പ്ലസ് ബി പ്ലസ് വൈ പ്ലസ് സി പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 540 നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇത് 540 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എ പ്ലസ് എക്സ് ഈസ് 180 ആണ്. അപ്പൊ എ പ്ലസ് എക്സിന്റെ സ്ഥാനത്തും ബി പ്ലസ് വൈയുടെ സ്ഥാനത്തും 180 പ്ലസ് 180 ഇസ് ഈക്വൽ പ്ലസ് സി പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 540. അങ്ങനെയാണെങ്കിൽ 360 പ്ലസ് സി പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 540. അപ്പോൾ സി പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 540 മൈനസ് 360. അപ്പൊ നമുക്ക് സി പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 180 നേടി. ഇത് രണ്ടും കൂടെ കൂട്ടിയാലും 180 ആണ്. സി പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 180 എന്ന് നമുക്ക് കിട്ടി. അതായത് സി പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 180 ആണ്. സി പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 180 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണ്. അതുകൊണ്ട് പി എസ് ക്യു സി എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററലും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അതായത് ഇതിന്റെ 4 മൂലകളിലും കൂടി കടന്നു പോകുന്ന സർക്കിൾ വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് ദി സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ സി പി ക്യു എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിള് പാസസ് ത്രൂ എസിൽ കൂടെ പാസ് ചെയ്യും. അതായത് ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുമെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിള്
എസ് എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യും. ഓക്കെ.